ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് ഒരു അടിപൊളി നൈറ്റിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇതാണ് സ്ലീവിൽ എലാസ്റ്റിക് വെച്ചിരിക്കുന്ന, നെക്കിൽ ഇതുപോലെ ഡിസൈൻ വെച്ച് താഴെ ഫ്രില്ല് വെച്ചിട്ടുള്ള നൈറ്റി ആട്ടോ. അടിയിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇത് 290 മീറ്റർ ഉള്ള നൈറ്റി ബിറ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. സ്ലീവിൽ എലാസ്റ്റിക് വേണമെന്ന് ഉള്ള ഒരു റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിയിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിറ്റ്, നമ്മുടെ നൈറ്റി ബിറ്റ് ഇത്. അപ്പോൾ ഇതിന് നൈറ്റി ബിറ്റിന് തന്നെ 185 റുപ്പീസ് ആയിട്ടുണ്ട് നമുക്ക് നൈറ്റി ബിറ്റിന് തന്നെ കേട്ടോ. പിന്നെ ഫ്രില്ലൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ എമൗണ്ട് എന്തായാലും ഫ്രില്ല് വെച്ച് തയ്ക്കുമ്പോൾ കൂടും ശരിക്കും. അപ്പോൾ നല്ല പണിയാണ് ഫ്രില്ല് വെച്ച് ചെയ്യുന്നത്. ഈ ഒരു ബിറ്റിന് 185 രൂപ. നല്ല മെറ്റീരിയൽ കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ രണ്ടാക്കി മടക്കിയ തുണിഞ്ഞ് വീണ്ടും മടക്കുക. ഇത് ചെയ്യുന്നത് XXL ആണേ. അപ്പോൾ ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോൾ 7 ഇഞ്ച്, ചെസ്റ്റ് 13 എടുക്കുന്നത്, വേസ്റ്റ് 12 എടുക്കുന്നുണ്ട്. പിന്നെ ഫുൾ ലെങ്ത്തിലാണ് നമ്മളത്, ഫുൾ ലെങ്ത്തിൽ ഇത് ഫ്രില്ല് വരികയും ചെയ്യും കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതൊരു ആംഗിൾ ലെങ്ത്ത് വേണമെന്ന, ആംഗിളിലല്ല ചെറിയൊരു ലെങ്ത്ത് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അവിടെ നിന്ന് ഫുള്ളാക്കി അങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അതിന് സ്ലീവ് കുറച്ച് എലാസ്റ്റിക് സ്ലീവ് ആയതുകൊണ്ട് സ്ലീവിന് കുറച്ച് വീതി വേണം, അല്ലാതെ എലാസ്റ്റിക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് ആം ഹോൾ കേട്ടോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ നൈറ്റിയുടെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. എന്നിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ടാക്കിയത് തന്നെ ചെസ്റ്റ് 13 ഇഞ്ച് കൊടുത്തു, 1.5 ഇഞ്ച് കൈക്കുഴി വെട്ടിക്കൊടുത്തു. ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. പരമാവധി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ നോക്കിക്കോളൂ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേളിൽ നിന്നും നമുക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യണം. നമുക്ക് ഷേപ്പ് വരുന്നത് മേളിൽ നിന്നും 14 ഇഞ്ചാണ്. അപ്പോൾ ഷേപ്പ് 14 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഒരു 13 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്, അതും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. 13 ഇഞ്ചാണ് അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതങ്ങ് യോജിപ്പിച്ചെടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് അടിയിൽ ഫ്ലെയറിൽ പോകും. അതുമാത്രമല്ല, ഇത് അടിയിൽ ഫ്രില്ല് വെക്കാൻ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ഫ്രില്ല് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കും. കണ്ട, ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഏത് കോൺട്രാസ്റ്റ് കളറാണോ അതിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന നൈറ്റി തന്നെ നമുക്കത് ശരിക്കും ഒരു വെറൈറ്റി ഡിസൈനാണ്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത നൈറ്റി ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ. ഇപ്പം നമ്മുടെ നൈറ്റീസൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ സിസ്റ്റേഴ്സ് കൊടുക്കാറുണ്ട്, സിസ്റ്ററിലേക്ക് കൊടുക്കാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആൻറ്റിക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെ എനിക്ക് നൈറ്റീസ് ഇവിടെ ഒന്നും ബാക്കി വരാറില്ല. കാരണം ഞാൻ അടിക്കുന്നതെല്ലാം അവർക്കും പെർക്കും കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കൊളീഗ്സൊക്കെ നമുക്ക് നൈറ്റിക്ക് ഓർഡർ തരാൻ തുടങ്ങി. അങ്ങനെ നമുക്കിപ്പോൾ ഓർഡറും കിട്ടി തുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവാണ്. സ്ലീവിന് നമുക്ക് കുറച്ച് വിട്ട് വേണം, ലെങ്ത്ത് അധികം സ്ലീവിന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത്ത് പറയുമ്പോൾ 8 ഇഞ്ച് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ സ്ലീവിന് 3/4 സ്ലീവ് വേണ്ട, പക്ഷേ വണ്ണം വേണമല്ലോ. കാരണം എന്തെന്ന് പറഞ്ഞാൽ XXL ആണ്. അത് മാത്രമല്ല, എലാസ്റ്റിക് വയ്ക്കുമ്പോൾ നമുക്ക് വണ്ണം കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിക്കുക 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയൊരു ബോർഡറും ഫിക്സ് ചെയ്യുന്നുണ്ട്, എലാസ്റ്റിക്കും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 8-9 ഇഞ്ച് നമുക്കിതിൽ എടുക്കാവുന്നതാണ്. ശേഷം 3 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ കൈക്കുഴിയുടെ വണ്ണം നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കൈക്കുഴിയുടെ വണ്ണം നമ്മളത് 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇത് അടിവണ്ണം കൂടുതൽ എടുക്കണം. 10 ഇഞ്ച് ആം ഹോളിൻ്റെ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്തെങ്കിലും 9 ഇഞ്ച് കൈൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എലാസ്റ്റിക് വയ്ക്കുമ്പോൾ ഒന്ന് വലിഞ്ഞ് നിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മളുടെ സ്ലീവ് റൗണ്ടിൻ്റെ കറക്റ്റ് റൗണ്ട് കൊടുക്കരുത്. കറക്റ്റ് സ്ലീവ് റൗണ്ട് 7 ആണെങ്കിൽ നമ്മൾ 9 ഇഞ്ചോളം കൊടുക്കുന്നത് കണ്ടോ. ഇപ്പം ഞാനിപ്പോൾ ഒരു 10 ഇഞ്ച് 9 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നേരെ ഇത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടിയിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ ഫ്രില്ലൊക്കെ വെച്ച് എല്ലാം ആകുമ്പോഴേക്കും ഒരുപാട് ലോങ് ആവും. എനിക്ക് എന്നെ പക്ഷേ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആം ഹോളും ഇതും ഒരേ അളവ് തന്നെ എടുത്തിരിക്കുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയി. അതായത് കൈക്കുഴി നമ്മൾ 10 ഇഞ്ച് കൊടുത്തപ്പോൾ കൈൻ്റെ റൗണ്ടും 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നൈറ്റിയുടെ അടിയിൽ ഫ്രില്ല് കൊടുക്കണം. ഫ്രില്ല് കൊടുക്കാനായിട്ട് നമ്മളൊരു 5 ഇഞ്ച് വെച്ച് എടുക്കുന്നുണ്ട്. 5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് അവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ലെങ്ത്ത് കുറവ് വരുന്നുണ്ട്. അത് നമുക്ക് ഫ്രിൽ നൈറ്റിക്ക് ഫുൾ ലെങ്ത്ത് ആവശ്യമില്ല, ചെറിയൊരു ലെങ്ത്ത് കുറവ് ഉള്ള അത്ര അറിയില്ല. ഫ്രോക്ക് മോഡൽ നൈറ്റി ആയതുകൊണ്ടാണ്. പിന്നെ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കിയുള്ള ഫ്രില്ല് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. അതൊന്നും എന്തായാലും ഫ്രില്ല് വെക്കാൻ പറ്റില്ലല്ലോ, അത് തികയത്തില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു പീസിൽ നിന്നും നമുക്ക് അതേ വണ്ണത്തിനനുസരിച്ച് എത്ര മാക്സിമം കിട്ടാവോ അത്രയും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കൂടുതൽ ഇതിൽ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ അധികം വർക്ക് 3/4 സ്ലീവ് അല്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതേ ഈ അളവിൽ തന്നെ നമ്മൾ 5 ഇഞ്ച് നീളത്തിൽ കുറച്ച് ഇതേപോലെ കുറച്ച് തുണികൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വണ്ണമുള്ളവർക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇതൊരിക്കലും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ അതിന് പകരമായിട്ട് വേറെ തുണി വെച്ച് കൊടുക്കേണ്ട വരും, അടിയിൽ സെയിം തുണി വെച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇനി ഇതിൽ നിന്നും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇൻബോക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇൻബോക്സിൽ വരെ അല്ലെങ്കിൽ നമ്മുടെ മലോസ് ടെയിലറിങ് ഫേസ്ബുക്കിൽ വരെ എന്താണെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ച് നിങ്ങൾക്കും ബിസിനസ് ഉണ്ടാക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊക്കെ ഓർഡർ കിട്ടുന്നതാണ് നമ്മളെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വഴിയാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത പോർഷനിലാണ് ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ. അതെ കണ്ടോ, ഇതുപോലെ നല്ല എലാസ്റ്റിക് വരുന്ന ഒരു നൈറ്റിയാണ്. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു.